പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇപ്രകാരമാണ്: ദൈവരാജ്യം ബലവശ്യമാണ്. സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഒരു കുട്ടി നല്ല സീരിയസ് ആയിട്ട് പരീക്ഷയെ മനസ്സിലാക്കുമ്പോൾ എത്ര സുന്ദരമായിട്ടാണ് ഒരുങ്ങുന്നത്. ഒരുക്കം ഒരു സമയം പോലും കളയാതെ വളരെ ശ്രദ്ധയോടുകൂടെ, ആരും പഠിക്കുക എന്ന് പറയാതെ തന്നെ അവൻ്റെ ആവശ്യം മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുന്നത് പോലെ, അതായത് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി അവനെക്കൊണ്ട് പറ്റുന്ന ബലപ്രയോഗം നടത്തുന്നത് പോലെ. ഇന്ന് പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, ഈ ഒരു 50 മിനിറ്റ് സമയം നമ്മൾ നന്നായിട്ട് എനിക്ക് കർത്താവേ നിൻ്റെ അനുഗ്രഹം വേണം, അതിന് ഓരോരുത്തരും പരിശ്രമിക്കണം, ബലം പ്രയോഗിക്കണം. നമുക്കത് അതിൻ്റെ ആന്തരാർത്ഥം മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ഈ പരിശുദ്ധമായ ബലി ഭക്തിയോടുകൂടെ നമുക്ക് അർപ്പിക്കാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ഗജാതന് വഴിയൊരുക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കണമേ. അങ്ങനെ അവിടുത്തെ ആഗമനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട മാനസങ്ങളോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്: നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു: കൃമിയായ യാക്കോബേ, ഇസ്രായേലിനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു: ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും. നീ മലകളെ മെതിച്ച് പൊടിയാക്കും, കുന്നുകളെ പതിര് പോലെയാക്കും. നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ച് കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും. നീ കർത്താവിൽ ആനന്ദിക്കും, ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും. ദരിദ്രരും നിരാലംബരും ജലം അന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവടിയുകയില്ല. പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവകളും ഞാൻ ഉണ്ടാക്കും. മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും. മരുഭൂമിയിൽ ദേവദാരു, കരുവേലകം, കൊളുന്ത്, ഒലിവ് എന്നിവ ഞാൻ നടും. മണലാരണ്യത്തിൽ സരളവൃക്ഷവും പൈൻമരവും പുന്നയും വച്ചു പിടിപ്പിക്കും. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഇവയെല്ലാം സൃഷ്ടിച്ചുവെന്നും അവിടുത്തെ കരങ്ങളാണ് ഇവയെല്ലാം ചെയ്തതെന്നും മനുഷ്യർ കണ്ടറിയാനും ചിന്തിച്ച് മനസ്സിലാക്കാനും വേണ്ടി തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് കൃപാലുവും കരുണാസമ്പന്നനും സ്നേഹസമ്പൂർണനുമാണ്. എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ്വസൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവേ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞതയർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പൂർണനുമാണ്. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യമക്കളെ അവർ അറിയിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പൂർണനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ, ഭൂമി തുറന്ന് രക്ഷ മുളയ്ക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേയും ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നനേക്കാൾ വലിയവൻ ഇല്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. യോഹന്നാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിചിന്തനത്തിന് നമ്മൾ എടുത്തിരിക്കുന്ന വചനം ഇതുതന്നെയാണ്. മത്തായി 11:12. സ്നാപയോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. ഇത് സ്നാപയോഹന്നനെക്കുറിച്ച് ഒരു കമൻ്റ് പറഞ്ഞതിന് ശേഷമാണ് ഈശോ ഇത് പറയുക. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. അപ്പം നമ്മൾ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ ചില ബലപ്രയോഗ രീതികൾ നമ്മൾ അവലംബിക്കണം. ചുമ്മാ വെറുതെ വന്നിരുന്നിട്ട് കാര്യമില്ല. ഈ നമ്മളിങ്ങനെ ദേഷ്യം വരുമ്പോൾ ബലം പിടിക്കുന്നതിനെക്കുറിച്ചല്ല ഇത്. ഇത് ആത്മീയമായിട്ട് ഈ ബലപ്രയോഗം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അങ്ങനൊരു ബലപ്രയോഗത്തിന് നമുക്ക് യഥാർത്ഥത്തിൽ പരിശീലനം വേണം. നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതം ഒരു പരിശീലനമാണല്ലോ. കത്തോലിക്ക വിശ്വാസ ജീവിതത്തിന് ചില സിലബസുകളൊക്കെ ഉണ്ട്. ഇപ്പം ഞായറാഴ്ച ആചരണം, കുമ്പസാരം, കുർബാന സ്വീകരണം, അപ്പോൾ തന്നെ കൂദാശപരമായിട്ടുള്ള ഒരു ഫോർമേഷനായി. ഇനി നമുക്ക് വചനാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഫോർമേഷൻ കൂടിയുണ്ട്. ബൈബിളൊക്കെ വായിക്കണം, ബൈബിൾ പ്രാർത്ഥിക്കണം, കൽപ്പനകൾ പാലിക്കണം. അപ്പോൾ വചനം തന്നെയാണ് കൽപ്പനകൾ. അപ്പോൾ വചനാധിഷ്ഠിത ജീവിതം. പിന്നെ പ്രാർത്ഥനാ ജീവിതം. നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം, കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്രയർ. ഇത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഫോർമേഷന് 3 തരം ജീവിതമാണ്: കൗദാശിക ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, പ്രാർത്ഥനാ ജീവിതം. ഇത് കൂടാതെ ഫോർമേഷൻ ഇല്ല. ഇതാണ് നമ്മുടെ സിലബസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമേഷൻ നമുക്ക് വേണം. ഇപ്പോൾ ഈശോയെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 30 വയസ്സ് വരെ ഈശോ എവിടെയായിരുന്നു? 12-ാം വയസ്സ് മുതൽ 12-ാം വയസ്സിലാണ് ദേവാലയത്തിൽ കാണപ്പെടുന്നത്. പിന്നെ അവർക്ക് വിധേയനായി ജീവിച്ചു എന്ന് ലൂക്ക 2:51 പറയുന്നുണ്ട്. വിധേയപ്പെട്ട് ജീവിച്ചു, വിധേയത്വം, അത് ഫോർമേഷനാണ്. അപ്പോൾ 30 വയസ്സ് വരെ ഈശോ എവിടെയായിരുന്നു? അപ്പോൾ ഈശോ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഈശോ മറയിൽ ജീവിച്ചു. ആരോടും പറയാതെ, ആർക്കും ഒന്നും അറിയാൻ പറ്റാത്ത വിധത്തിൽ. അപ്പോൾ ഫോർമേഷനാണ്. നമ്മളിന്ന് ഈശോ ആത്മാവിലല്ലേ ജനിച്ചത്. അപ്പോൾ ഈശോയുടെ ഫോർമേഷൻ, ഈശോ ആത്മാവിൻ്റെ ശക്തികളതുകൊണ്ട് നമുക്ക് പറയാം അത് ഈശോയ്ക്ക് പറ്റും, ഞങ്ങൾ വെറും മനുഷ്യരാണ്. അതുകൊണ്ടായിരിക്കാം ഇന്ന് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് പറഞ്ഞത്. കാരണം ഈ മനുഷ്യനുണ്ടല്ലോ, ഈ സ്നാപകയോഹന്നാൻ താമസനെ പോലെയല്ലേ ജീവിച്ചത്? മരുഭൂമിയിൽ വെട്ടുകിളികളും കാട്ടുതേനും ഭക്ഷിച്ച് ഇല്ല, ഇങ്ങനൊരു ജീവിതം നയിക്കുന്നത് അത് ഫോർമേഷൻ അല്ലേ? അതല്ലേ ബലം പിടുത്തം ദൈവരാജ്യത്തിന് വേണ്ടി. അപ്പം അങ്ങനെയുള്ള ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത്, സ്നാപയോഹന്നാൻ്റെ നാൾ മുതൽ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അപ്പോൾ ആ ഫോർമേഷൻ അത് വളരെ അത്യാവശ്യമാണ്. മാതാവിൻ്റെ പള്ളിയിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ മാതാവ് ചുമ്മാ അനുഗ്രഹിക്കപ്പെട്ടതൊന്നുമല്ല. മാതാവ് 3-ാം വയസ്സ് മുതൽ ദേവാലയത്തിലാണ്. ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവളാണ്, വചനമൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ല, ആ ഫോർമേഷൻ കിട്ടിയതുകൊണ്ടല്ലേ മാലാഖ വന്നപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ സാധിച്ചത്. നമ്മളാണെങ്കിൽ പറയുമോ? നമ്മൾ മാലാഖയോട് മാലാഖ നിൽക്കാം, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം മാതാവിന് അങ്ങനെ കൃത്യമായിട്ടത് പറയാൻ സാധിച്ചത് എന്തുകൊണ്ടായിരിക്കാം? ആ ഒരു ഫോർമേഷൻ കിട്ടിയതുകൊണ്ടാണ്. അപ്പം
ഇനി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ നഷ്ടപ്പെട്ടു പോകാവുന്ന പല ചാൻസുകളുമില്ലേ? നമ്മളൊന്ന് അമാന്തം കാണിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളുമില്ലേ? അപ്പോൾ ഈ അമാന്തം കാണിക്കരുത്. നമ്മൾ നാളെ ഒന്ന് വെച്ച് മാറ്റി വയ്ക്കരുത്. എനിക്കിപ്പോൾ തന്നെ വേണം കർത്താവേ, നിൻ്റെ അനുഗ്രഹം എനിക്കിപ്പോൾ തന്നെ വേണം, ഞാൻ റെഡിയാണ്, ഈശോയുടെ അമ്മയാകാൻ ഞാൻ റെഡിയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ. ചാടിക്കേറി പറഞ്ഞതുപോലെയല്ലേ? അതാണ് ബലപ്രയോഗം എന്ന് നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ധ്യാനിക്കണം. അപ്പം ഇത് നമ്മൾ ഈശോയെ നോക്കിയാലും മാതാവിനെ നോക്കിയാലും സ്നാപയോനെ നോക്കിയാലും അവർ ചുമ്മാ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതല്ല. അവരതിൻ്റെ രീതിയിൽ വന്നതുകൊണ്ടാണ്, ആ ഫോർമേഷനിലൂടെ വന്നതുകൊണ്ടാണ്. ഇനി ഇങ്ങനെ ഫോർമേഷനിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിർദ്ദേശങ്ങൾ പാലിക്കണം. നിർദ്ദേശങ്ങൾ പാലിക്കണം. നമുക്ക് സഭയിലൂടെ ഒത്തിരി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇല്ല, ഞാൻ ആദ്യം പറഞ്ഞ സിലബസ് തന്നെ കൗദാശ ജീവിതം, വചനാധിഷ്ഠിത ജീവിതം, പ്രാർത്ഥനാ ജീവിതം, ഇത് സഭയിലൂടെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളല്ലേ? നിർദ്ദേശങ്ങൾ അനുസരിക്കണം. ഇപ്പം മാതാവാണെങ്കിൽ മാതാവിനോട് ദൈവദൂതൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിച്ചു. യൗസപിതാവാകട്ടെ ദൈവദൂതൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിച്ചു. അങ്ങനെ ഉടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈബിളിലെ കഥാപാത്രങ്ങളെല്ലാം ഫോർമേഷൻ്റെ സമയത്ത് നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ട്. നിർദ്ദേശം, ഞാൻ എനിക്കിഷ്ടമുള്ളതേ ചെയ്യൂ എന്ന് പറയുന്നത് അത് ആ ബലപ്രയോഗമല്ല, അത് നെഗറ്റീവാണ്. നമ്മൾ നിർദ്ദേശങ്ങൾ പാലിക്കണം. സഭയിലെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. അത് നമുക്ക് അനുഗ്രഹത്തിനാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ട്. ആരുടെയാണെന്നറിയാവോ? ദുരാചാരം ചെയ്യുന്നവരുടെ. അങ്ങനെ അവിടെ വഴിയിൽ നിന്നൊക്കെ ഇത് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ അവരുടെ നിർദ്ദേശം നമ്മൾ പാലിക്കും. ദൈവത്തിൻ്റെ നിർദ്ദേശം നമ്മൾ പാലിക്കുന്നില്ല പലപ്പോഴും. ഇല്ല, ചരട് കെട്ടിക്കോ, ഇത് കെട്ടിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഇതുകൂടി ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പെട്ടെന്ന് ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വഴി നിൽക്കുന്നു, നമ്മളോട് പറയുന്നു, നമ്മൾ ചെയ്യുന്നു. സഭയിലൂടെ കാലങ്ങളായി നമ്മളോട് പറഞ്ഞിട്ടുള്ളതൊന്നും നമ്മൾ കൃത്യമായിട്ട് പാലിക്കാൻ നമ്മൾ കൂട്ടാക്കുന്നില്ല. വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക, നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ? നമുക്ക് ചുളുവിൽ കാര്യങ്ങളും അനുഗ്രഹങ്ങളും നേടാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്. ആ ബലപ്രയോഗത്തെക്കുറിച്ചല്ല നമ്മൾ ധ്യാനിക്കേണ്ടത്. ഇനി അപ്പോൾ ഈ പരിശീലനം നേടുമ്പോൾ, പരിശീലനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ ഒരു നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം ആർക്കോ വേണ്ടി ചെയ്യാതെ ഇതിനൊരു സമർപ്പണം ആവശ്യമാണ്. സന്തോഷത്തോടെ ചെയ്യുക, അതാണ് സമർപ്പണം. കമ്മിറ്റ്മെൻറ്റ് ആവശ്യമാണ്. അതാണ് സ്വർഗത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചവരെല്ലാം അവർ ഉടനെ പറഞ്ഞിട്ടുള്ള കാര്യം, കർത്താവേ ഞാൻ ദാസിയാണ് എന്നാ പറഞ്ഞിട്ട്. മാതാവ് അങ്ങനെ പറഞ്ഞു. ധൂർത്തപുത്രൻ സ്വർഗത്തിൻ്റെ നിർദ്ദേശം കിട്ടി പന്നിക്കൂട്ടിൽ കിടക്കുമ്പോൾ അപ്പോൾ അവന് സുബോധമുണ്ടായി. ലൂക്ക 15:17 അപ്പോൾ അവന് സുബോധമുണ്ടായി. ഈ സുബോധം എങ്ങനെ ഉണ്ടായി? ആരും പറയാതെ തന്നെ സുബോധം എങ്ങനെ ഉണ്ടായി? യോഹന്നാൻ 16:8 അപ്പോൾ അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അപ്പോൾ സുബോധം കൊടുത്തതാരാ? പരിശുദ്ധാത്മാവ്. അപ്പം സ്വർഗത്തിൻ്റെ നിർദ്ദേശമല്ലേ അത്? അപ്പം സ്വർഗത്തിൻ്റെ നിർദ്ദേശം കിട്ടിയവൻ പിന്നെ പറയുന്നത്, അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യനല്ല, അങ്ങയുടെ ദാസരിൽ ഒരാളായിട്ടെങ്കിലും എന്നെ കരുതണം. ദാസൻ കണ്ടോ? കമ്മിറ്റ്മെൻറ്റ് കണ്ടോ? ദാസൻ. അതാണ് ഫോർമേഷനിൽ വരുന്നയാൾ സ്വർഗത്തിൻ്റെ നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്യും. ഒരു ദാസൻ്റെ മനോഭാവത്തിലേക്ക് വരും. ഇങ്ങനെ കുതിരപ്പുറത്ത് അവൻ ഇങ്ങനെ പോവുകയാണ് ദമാസ്കസിലേക്ക്. അധികാരപത്രം വാങ്ങിക്കാൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടി സാവൂൾ എന്ന യുവാവ് അങ്ങനെ പോകുമ്പോൾ ഒരു സ്വർഗത്തിൽ നിന്നൊരു മിന്നലൊടി, നടപടി പുസ്തകം 9:3 സ്വർഗത്തിൻ്റെ മിന്നലൊടി കുതിരപ്പുറത്തും താഴെ വീണു. ഉടനെ തന്നെ ചോദിക്കുന്നത്, കർത്താവേ അങ്ങ് ആരാണ്? അടുത്ത ചോദ്യം, കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത് ഒരു ദാസനെ അങ്ങനെ ചോദിക്കൂ. അല്ലെങ്കിൽ നീ പറഞ്ഞൊന്നും കേൾക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും. അതൊരു ദാസൻ്റെ മനോഭാവമല്ല. അപ്പം കമ്മിറ്റ്മെൻറ്റ് കൂടി വേണം, സമർപ്പണം കൂടി വേണം, ഫോർമേഷൻ വേണം. ഫോർമേഷൻ്റെ ഉള്ളിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കപ്പെടണം. ഇനി നിർദ്ദേശങ്ങൾ ആർക്കോ വേണ്ടി ഭാരപ്പെട്ട് ചെയ്യാതെ അത് വളരെ കമ്മിറ്റഡായിട്ടത് ചെയ്യാൻ ഒരു മനസ്സുണ്ടാകണം. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ എന്താണെന്നറിയാവോ? സ്ത്രീകളും ശിരോവസ്ത്രവും
ഇത് ബൈബിളിലുള്ളൊരു സംഭവമാണ്. അതിന് മൂന്നാമത്തെ വാക്യം പറയുന്നത്, മൂന്നാമത്തെ വാക്യം, പുരുഷൻ്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് ഭർത്താവും ക്രിസ്തുവിൻ്റെ ശിരസ് ദൈവമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശിരസ് മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു പുരുഷനും തൻ്റെ ശിരസിനെ അപമാനിക്കുന്നു. അതാണ് ചില ആളുകൾ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിട്ട് കുർബാനയ്ക്ക് വരും, ക്യാപ്പ് വെച്ചിട്ട്. അത് യഥാർത്ഥത്തിൽ ഒരു അപമാനമാണെന്നാണ് തോന്നുന്നത് ദൈവാരാധനയ്ക്ക് വരുമ്പോൾ. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 10-ാമത്തെ വചനം 1 Corinthians 11:10, ദൂതന്മാർ ആദരിച്ച വിധേയത്വത്തിൻ്റെ പ്രതീകമായ ശിരോവസ്ത്രം അവൾക്കുണ്ടായിരിക്കട്ടെ. ഇനി അതിൻ്റെ 16-ാമത്തെ വാക്യം. അപ്പോൾ പറയും, ഇതിങ്ങനൊരു നിർദ്ദേശമാണല്ലോ, നമ്മുടെ ഒരു കീഴ്വഴക്കം കൂടിയാണ്. ഞാനൊരു ഫോർമേഷൻ്റെ സമയത്തുള്ളൊരു ബലം പിടുത്തത്തെക്കുറിച്ച് പറയാം. ഞാനിതൊക്കെ ധരിച്ച് പള്ളി വരുള്ളൂ. ഇതൊരു ബലമാണ്, ബലം പ്രയോഗത്തിന് വിഷയമാണ്. ഞാൻ സ്കാഫ് ധരിച്ച പള്ളി പോകുള്ളൂ, ഞാൻ സ്കാഫ് ധരിച്ച് കുമ്പസാരിക്കാൻ വരുള്ളൂ, ഞാൻ ഷോർട്സ് ധരിച്ച പള്ളി വരില്ല, ഞാൻ ഷോർട്സ് ധരിച്ച് കുമ്പസാരിക്കാൻ പോകില്ല. ഇതാണ് ബലപ്രയോഗം. നമ്മളെല്ലാം ലൂസാക്കി വിട്ടുകളയുന്നത് കണ്ടോ? ഇപ്പം എന്താ കുഴപ്പം? സ്കാഫ് ധരിച്ചില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? ഷോർട്സ് ധരിച്ച് പള്ളി വന്നാൽ എന്താ കുഴപ്പം? ഇതാണ് ലൂസാക്കി വിടുന്നത് കണ്ടോ? ഇതൊരു ഉദാഹരണമാണ്. ബലപ്രയോഗം നടത്തുന്നില്ല, നമ്മളൊരു കാര്യത്തെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ചില ആളുകൾ പറയും, ഇപ്പം എന്താ കുഴപ്പം, ഇതൊക്കെ ധരിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവരോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അഭിപ്രായ വ്യത്യാസമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കോ ദൈവത്തിൻ്റെ സഭകൾക്കോ മേൽപ്പറഞ്ഞതൊഴികെ മറ്റൊരു സമ്പ്രദായവും ഇല്ല എന്നാണ്. ഇങ്ങനൊരു സമ്പ്രദായം ഇല്ലെന്നേ. ഇത് ലോകത്തിൻ്റെ അരൂപിയാ, ലോകത്തിൻ്റെ അരൂപി. നിനക്ക് ദൈവത്തിന് വേണ്ടി ഒരു കുഞ്ഞു കാര്യം പോലും അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നീ ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്ക് എങ്ങനെ കിട്ടും? അതാണ് ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെയെങ്കിൽ നല്ല 2 കള്ളന്മാരില്ലേ കുരിശിൽ തറക്കപ്പെട്ടത്? മറ്റവൻ വളരെ സിമ്പിളായിട്ട് കളഞ്ഞില്ലേ? അവൻ ദുഷിച്ച് പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെ രക്ഷിക്കുക, സിമ്പിളായിട്ട് പറഞ്ഞു. പക്ഷെ മറ്റവൻ എന്താ പറഞ്ഞത്? മറ്റവൻ, അങ്ങ് സ്വർഗരാജ്യത്തെത്തുമ്പോൾ എന്നെ ഓർക്കണമേ. മറ്റവനെ ശകാരിച്ചു. ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവനൊരു തെറ്റും ചെയ്തു. ഇതാണ് ദൈവത്തിന് വേണ്ടി അതാണ് ബലപ്രയോഗം. അനുതാപം ഒരു ബലപ്രയോഗമാണ്. പാപത്തെക്കുറിച്ച് അനുതപിക്കുന്നത്, തെറ്റിപ്പോയ തെറ്റിനെക്കുറിച്ച് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊരു ബലപ്രയോഗമാണ്. അതാണ് ധൂർത്തപുത്രൻ ചെയ്തത്, പത്രോസ് ചെയ്തതാ. ഈശോ നോക്കിയപ്പോൾ മനം നൊന്ത് കരഞ്ഞത് അത് ബലപ്രയോഗമാണ്. സക്കവൂസ ഈശോ പോകുന്നെന്നറിഞ്ഞപ്പോൾ അവൻ മരത്തിൽ കയറി നിന്നു. എന്തുകൊണ്ടാ? ഈശോ കാണാൻ വേണ്ടി. അവന് ഒരു 19 വയസ്സുള്ള ഒരാൾക്ക് എങ്ങനെ മരം കയറാൻ പറ്റും? അതും കുള്ളനായിട്ടുള്ളൊരാൾ എങ്ങനെ ചാടിക്കയറും? അപ്പോൾ അവൻ കാണിച്ച ബലപ്രയോഗം അത് നമ്മൾ ആത്മീയതയിൽ ധ്യാനിക്കണം. അങ്ങനെ അവൻ ബലം പ്രയോഗിച്ചത് കൊണ്ടല്ല ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ ഉണ്ടാകും എന്ന് ഈശോ പറഞ്ഞത്. അതാണ്. അങ്ങനെ ബർത്തമേസ് തെറ്റ് ചെയ്തോന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ബർത്തമേസ് കാഴ്ചയില്ല. അപ്പോൾ ഈശോ പോകുന്നെന്നറിഞ്ഞപ്പോൾ അവൻ ഉറക്കെ വിളിച്ചു, ദാവീദിൻ്റെ പുത്ര യേശുവേ എന്നെ കനിയണമേ. ഇത് മറ്റവന്മാർ പറഞ്ഞു, മിണ്ടാതിരിക്കും. പക്ഷെ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഇതാ ബലപ്രയോഗം. അപ്പോൾ അവൻ അനുഗ്രഹം പ്രാപിച്ചത് കണ്ടോ? അവന് കാഴ്ച കിട്ടി. നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ ബലപ്രയോഗത്തിന് പല വശങ്ങളുണ്ട്. അതിന് ഫോർമേഷൻ വേണം, നിർദ്ദേശങ്ങൾ സ്വീകരിക്കണം, സമർപ്പണം വേണം. അനുതാപം അതിൻ്റെ ഒരു ഇഫക്റ്റാണ് ബലപ്രയോഗത്തിൻ്റെ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇങ്ങനൊരു ബലപ്രയോഗം നടത്താൻ നമുക്ക് സാധിക്കട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇന്നത്തെ വായനയിലുള്ള വാക്യമാണ്. ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇതാണ് ദൈവം. നമ്മൾ കർത്താവിൻ്റെ കൂടെ നന്നായിട്ട് കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിസന്ധികളിൽ നാവ് വരണ്ട് കർത്താവേ എനിക്ക് വയ്യ കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കും. അത്ര നമ്മുടെ ദൈവം അത്ര നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവമാണ്. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ എന്നാവ് വരളുമ്പോൾ ഹാഗാറിൻ പൈതൽ കരച്ചിൽ കേട്ടവനാത്മദാഹം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ
യാത്രയിൽ ദാഹത്താലെന്നാവ് വരളുമ്പോൾ ഹാഗാറിൻ പൈതൽ കരച്ചിൽ കേട്ടവനെന്നാത്മം ദാഹം തീർത്തിടും. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ കൂടെ നിൽക്കാൻ തീരുമാനിക്കും, പക്ഷെ ഞങ്ങൾ തളർന്നു പോകുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ, പ്രലോഭനങ്ങൾ, ഞങ്ങളുടെ സഹനങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ ഞങ്ങൾ മടുത്ത് വഴിമാറിപ്പോകുന്നുണ്ട്. പക്ഷേ കർത്താവിൻ്റെ കൂടെ കട്ടക്ക് കൂടെ നിൽക്കാൻ അമ്മ കൂടെ നിന്നതുപോലെ കൂടെ നിന്ന് ക്രിസ്മസ് സമ്മാനം വാങ്ങിച്ചെടുക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേക അൾത്താരമണ്ണിലിടുന്നു. എൻ ജീവനേ, എൻ ജീവനാഥ, കാഴ്ചയേകാം ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേക അൾത്താരമണ്ണിലിടുന്നു. എൻ ജീവനേ, എൻ ജീവനാഥ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവേ, അങ്ങേ വരദാനങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ കാലാനുസൃതമായ വണക്കത്തിൻ്റെ ഫലമായി അങ്ങ് നൽകുന്നത് ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ സമ്മാനമായി ഭവിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമാഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവീക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ.
സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മതയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഊറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ
എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുംവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്കാ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്നു ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തി, മഹത്വം എന്നേക്കുമുള്ളതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം
നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ആചരിച്ച ദിവരഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഫലദായകമാക്കണമേ. നശ്വരമായ വഴിയിലൂടെ ചരിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ തന്നെ ഈ രഹസ്യങ്ങളിലൂടെ സ്വർഗീയ കാര്യങ്ങളിൽ തൽപരരാക്കുന്നതിനും അനശ്വരമായവ മുറുകെ പിടിക്കുന്നതിനും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനുടനെ